മുമ്പിലിരുന്നുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിലിരുന്നുകൊണ്ട് ഏതെങ്കിലും പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഏതെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദര നമസ്കരിക്കാൻ വന്നവനാകട്ടെ വരാത്തവനാകട്ടെ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, മോനെ എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ നമസ്കരിച്ച മഗ്രിബ് നമസ്കാരമാണെങ്കിലും, എത്ര വഖത്ത് നമസ്കാരമാണെങ്കിലും, എത്ര ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വലിയ സദഖകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും, എത്ര ഖുർആൻ അവിടെ നിന്ന് ഖത്തം തീർത്തിട്ടുണ്ടെങ്കിലും പൊന്നുമോനെ, ആ പ്രതിഫലങ്ങളൊക്കെ അല്ലാഹു വലിച്ചെറിയുകയാണ്. അതൊന്നും അല്ലാഹു സ്വീകരിക്കൂല, അതൊന്നും അല്ലാഹ്ക്ക് വേണ്ട. നാളെ പരലോകത്ത് ഒരുപാട് അമലുകളുമായിട്ട് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് സഹാബത്തിനോട് എന്താ പറഞ്ഞതെന്നറിയോ? സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് ചോദിച്ചു, മനിൽ മുഫ്ലിസ് യാ സഹാബ. മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് ലോകത്തിന്റെ മുത്തുനബി ഇവിടുന്ന് സഹാബത്തിനോട് ചോദിക്കുമ്പോ ആ സഹാബത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ മല്ലാ ദിർഹമ വലാ ദീനാറ, പണമൊന്നുമില്ല നബിയെ, സമ്പത്തൊന്നുമില്ല നബിയെ, അവരാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന സഹാബ, അത് ദുനിയാവിലെ മുഫ്ലിസാണ്. സമ്പത്തില്ലാത്തവര്, പണമില്ലാത്തവര്, പാവപ്പെട്ടവര്, അത് ദുനിയാവിലെ മുഫ്ലിസാ. പക്ഷേ നാളെ പരലോകത്തെ മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നറിയോ? ഒരുപാട് നമസ്കാരങ്ങളുമായിട്ട് കടന്നു വരികയാണ്, ഒരുപാട് മുഹബ്ബകളുമായിട്ട് കടന്നു വരികയാണ്, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തതുമായിട്ട് കടന്നു വരികയാണ്, ദാനധർമ്മങ്ങളുമായിട്ട് കടന്നു വരികയാണ്, നന്മയുടെ കൂമ്പാരങ്ങളുമായിട്ട് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നിട്ട് എല്ലാം അവരുടെ നമസ്കാരങ്ങളും അവരുടെ നോമ്പുകളും അവരുടെ ദാനധർമ്മങ്ങളും അവരുടെ എല്ലാ അമലുകളുടെ കൂമ്പാരങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അവസാനം ഒന്നുമില്ലാതെ ആരെക്കുറിച്ച് ദൈവത്ത് പറഞ്ഞു, ആരെക്കുറിച്ച് പരദൂഷണം പറഞ്ഞു, മാംസം അവിടുന്ന് സഹോദരന്റെ സഹോദരിയുടെ അയൽവാസിയുടെ പച്ചമാംസം അവിടുന്ന് കടിച്ചു വലിച്ചില്ലേ, അവർക്കൊക്കെ കൊടുക്കുക. എന്നിട്ട് ഒന്നുമില്ലാതെ അവസാനം ഒന്നും കയ്യിലില്ല. ആ സമയത്ത് പടച്ചിറപ്പ് ഇവിടുന്ന് നരകത്തിലേക്ക് വലിച്ചെറിയുക. അവനാണ് മുഫ്ലിസ് എന്ന ലോകത്തിന്റെ മുത്തുനബിയെ മുഹമ്മദ് മുസ്തഫ. ഇൽമിന്റെ മജ്‌ലിസ് അല്ലേ നബി മുഹമ്മദ് മുസ്തഫ ഉഷാറാവട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ? ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഗീബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരദൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യഭിചാരത്തെക്കാൾ കഠോരമാണെന്ന് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാ. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ ഗീബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരത്തെക്കാളും കഠോരമാണോ? അത് എങ്ങനെയാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സഹാബാ, ഒരു പുരുഷനെ ഇവിടുന്ന് വിഭജിക്കുകയാണ്, ഒരു പുരുഷനെ ഇവിടുന്ന് വിഭജിക്കുകയാ, അവനിവിടുന്ന് തെറ്റ് ചെയ്യുകയാണ്. പക്ഷേ പാതിരാത്രി സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷകൾ ഓർത്തിട്ട് അല്ലാഹുവിനെ പേടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറബിനോട് ഇവിടുന്ന് തൗബ ചെയ്യുകയാണ്. ആ കണ്ണുനീര് തുള്ളികൾ അല്ലാഹു ഇവിടുന്ന് സ്വീകരിക്കുക, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, പക്ഷേ തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ സഹോദരിയുടെ അയൽവാസിയുടെ ഗീബത്ത് പറഞ്ഞിട്ട് പാതിരാത്രി സമയത്ത് അവന്റെ പൊരുത്തം ചോദിക്കാതെ, അവളുടെ പൊരുത്തം ചോദിക്കാതെ പാതിരാത്രി സമയത്ത് എത്ര വേദനയോടുകൂടി സങ്കടത്തോടുകൂടി പൊട്ടിക്കറഞ്ഞുകൊണ്ട് തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്നതല്ല, അല്ലാഹു സ്വീകരിക്കുന്നതല്ല, അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അവനോട് ചെന്ന് മാപ്പ് ചോദിക്കാതെ ആരെ കുറിച്ചാണ് ഗീബത്ത് പറഞ്ഞത്, ആരെ കുറിച്ചാണ് പരദൂഷണം പറഞ്ഞത്, അവനോട് ചെന്ന് മാപ്പ് ചോദിക്കാതെ അല്ലാഹുവിന്റെ തൗബ സ്വീകരിക്കുന്നതല്ല, സ്വീകരിക്കുന്നതല്ല. ഒരിക്കൽ അല്ലാഹു തആലാനെ പൊട്ടിക്കറന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഇവിടുന്ന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഇവിടുന്ന് കടന്നു വന്നിട്ട് അല്ലാഹു തആലാനെ പറയുന്ന, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഇവിടുന്ന് ശിക്ഷ നടപ്പിലാക്കണം നബിയേ, എനിക്ക് ഇവിടുന്ന് ശിക്ഷ തരണം നബിയേ, ഞാൻ ഇവിടുന്ന് വിഭജിച്ചു പോയി നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് സാക്ഷികളില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആലാനെ മടക്കി വിടുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം ഇവിടുന്ന് വരുന്നു. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് മടക്കി വിടുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യം ഇവിടുന്ന് കടന്നു വന്നിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ, നാളെ
പരലോകത്തുള്ള ശിക്ഷ എനിക്ക് താങ്ങാൻ കഴിയില്ല നബിയേ. ഈ ദുനിയാവിൽ തന്നെ അവിടുന്ന് ശിക്ഷ നടപ്പിലാക്കണം നബിയേ. ആ സമയത്ത് അവിടെ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് മായിസ് റളിയല്ലാഹു തആല അൻഹു എറിഞ്ഞുകൊല്ലാൻ കൽപ്പിക്കുകയാണ്, ഹദ് നടപ്പിലാക്കാൻ കൽപ്പിക്കുകയാ. പ്രിയപ്പെട്ടവര്, മായിസ് റളിയല്ലാഹു തആല അൻഹു ഹദ് നടപ്പിലാക്കുകയാണ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി, കുറെ മാസങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞു പോയി. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മായിസ് റളിയല്ലാഹു തആല അൻഹു ഹദ് നടപ്പിലാക്കിയ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അവിടെ ഒരു സഹാബി മറ്റൊരു സഹാബിയോട് ഇവിടെ നിന്ന് പറയുകയാ, ഈ മായിസിന്റെ ഒരു വിദ്യ, ഈ മായിസിന്റെ ഒരു വിദ്യ. പല പ്രാവശ്യമല്ലാണ്ട് റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് ഹദ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാണ്ട് റസൂല് മടക്കി വിട്ടില്ലേ. അവസാനം കടന്നു വന്നിട്ട് ഒരു പേപ്പട്ടിയെ എറിഞ്ഞു കൊല്ലുന്നത് പോലെ മായിസ് അവിടെ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയില്ല. ഈ മായിസിന്റെ ഒരു വിദ്യ എന്നൊരു സഹാബി മറ്റൊരു സഹാബിയോട് പറയുകയാണ്. അല്ലാണ്ട് റസൂൽ ഇത് കേൾക്കുകയാ. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് മൗനം പാലിക്കുകയാ. അല്ലാണ്ട് റസൂൽ ഇവിടെ നിന്നും മിണ്ടിയില്ല. കുറേ ദൂരം അവിടെ നിന്ന് നടന്നുപോയി, കുറേ ദൂരം അവിടെ നിന്ന് നടന്നുപോയി. ആ സമയത്ത് അല്ലാണ്ട് റസൂലിന് കഴുതയുടെ ശവം കാണുകയാണ്. അത് ചത്തിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പ്രിയപ്പെട്ടവര്, ആ കഴുതയുടെ ശവത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ രണ്ട് സഹാബത്തിനോടല്ലാണ്ട് റസൂൽ ഇവിടെ നിന്ന് പറയുകയാണ്, കുലാമിൻ കുലാഹാദാഹ കുലാമിൻ ഹാദാഹ യാ സഹാബാ. സഹാബത്ത്, നിങ്ങളൊക്കെ ഭക്ഷിച്ചു കൊള്ളുക സഹാബ. ഇത് നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് തിന്നുകൊള്ളാൻ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ നിന്ന് രണ്ട് സഹാബിമാരോട് പറയുകയാണ്. ആ സമയത്ത് ആ രണ്ട് സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ജീവത്തെ ഹിമാരിയ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇത് ഹറാമല്ല നബിയേ, ഇത് കഴുതയുടെ ശവമല്ല നബിയേ, ഇത് നജസല്ല നബിയേ, ഇത് ഹറാമല്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഇവിടുന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് ആ രണ്ട് സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, ഇത് തിന്നുന്നതിനേക്കാൾ എത്രയോ കഠിന കഠോരമാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നിങ്ങൾ നേരത്തെ ഗീബത്ത് പറഞ്ഞില്ലേ? മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാംസം അവിടുന്ന് കഴിച്ചു തിന്നില്ലേ? അത് ഇതിനേക്കാൾ കഠിന കഠോരമാ സഹാബ. മായിസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മായിസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മായിസ് എന്ന് പറയുന്നറിയോ, ഇന്നഹു നഹറുൻ മിൻ അൻഹാരിൽ ജന്നത്തി യതഗമ്മസുഹു. മായിസ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലാണ്. സ്വർഗ്ഗത്തിന്റെ അരുവികളിൽ നിന്നുള്ള ഒരു അരുവിയിൽ എങ്ങനെ നീന്തി രസിക്കുകയാ. മായിസ് സ്വർഗ്ഗത്തിലാ, മായിസ് സ്വർഗ്ഗത്തിലാ സഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് രണ്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകളെ മറ്റുള്ളവർക്ക് കൊടുക്കല്ലേ. നാളെ മുഫ്ലിസായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് നമസ്കാരക്കാരുണ്ടല്ലോ, എത്രയോ നമസ്കാരം.